അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. സഹോദരങ്ങളെ, ഇസ്ലാം എന്ന പ്രത്യേക ശാസ്ത്രത്തിന്റെ വിജയത്തിനായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയ 3 കാര്യങ്ങളിൽ ആദ്യത്തേത് സ്ത്രീ സുരക്ഷയാണ്. ഭൗതികവും അഭൗതികവുമായ പുരോഗമനത്തിന് പതിപ്പായി സ്കാൻഡിനേവിയ രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങളും അക്രമങ്ങളും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെന്ന യാഥാർത്ഥ്യം പച്ചയായി നിലകൊള്ളുമ്പോൾ ഹിജാബ് ഒരുക്കുന്ന സ്ത്രീ സുരക്ഷ വർത്തമാനകാല സമസ്യകൾക്ക് പൂരണമായി നിലകൊള്ളും. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് വർഷങ്ങളോളം മുംബൈയുടെ തെരുവിലൂടെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇസ്ലാമിന്റെ സുന്ദരമായ വേഷം ധരിച്ചുകൊണ്ടായിരുന്നെന്ന് പ്രശസ്ത എഴുത്തുകാരി കമലാസരി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇസ്ലാമിനെയും ഇസ്ലാമിക സംഹിതകളെയും കൃത്യമായി പഠിച്ച ഏതൊരാളും ഹിജാബ് അടക്കമുള്ള കാഴ്ചപ്പാടുകളെ അംഗീകരിച്ചതായാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഹിജാബ് എന്നാൽ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇവിടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി അതിർത്തിയിൽ നാം വേലി കെട്ടാറുണ്ടല്ലോ, മതിൽ പണിയാറുണ്ടല്ലോ. ഇതുപോലെ സ്ത്രീ സൗന്ദര്യത്തെ ചൂഷണം ചെയ്യുന്ന കയ്യേറ്റങ്ങൾ തടയാൻ സ്ത്രീകൾക്ക് നൽകുന്ന മറയാണോ ഹിജാബ്? ഹിജാബ് എന്നത് തലയിലിടുന്ന ഒരു കഷ്ണം തുണി മാത്രമല്ല, വ്യക്തി സാമൂഹ്യ ജീവിതത്തിൽ മുസ്ലിം സ്ത്രീയുടെ കുലീനമായ ഇടപെടലിന്റെ പ്രതിനിധാനം കൂടിയാണ്. സഹോദരങ്ങളെ, അന്യ പുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിക്കുന്ന വേഷഭൂഷ വർത്തമാനങ്ങളെ വേണ്ടാന്ന് വെക്കാൻ സ്ത്രീകളോട് നാം നിഷ്കർഷിക്കുന്നത് അവരുടെ ആത്മസുരക്ഷയ്ക്ക് വേണ്ടിയാണ്. പെണ്ണ് സുരക്ഷിതമായെടുത്തെന്ന് ഒരു സമൂഹത്തിന്റെ സ്വസ്ഥതയിൽ നിന്ന് വിടിപ്പിച്ച ചരിത്രമാണല്ലോ നമുക്കുള്ളത്. ഇസ്ലാം ആശ്രമത്തിൽ അമാതിശനാണിയായോട് കാലക്ഷേപം നിറഞ്ഞ ഈ സാഹചര്യം മാറി മറിയുമെന്ന് പ്രതീക്ഷ നൽകിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇഹ്റയിൽ നിന്നൊരു സ്ത്രീ നിർഭയായി തനിച്ച് ഹജ്ജ് ചെയ്യാൻ വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നായിരുന്നു. ഈ നിർഭയത്വം സ്ത്രീകൾക്ക് സാധ്യമാക്കിയത് ഇസ്ലാം അവർക്ക് നിശ്ചയിച്ച ഹിജാബിന്റെയും മംസിത ബോധത്തിന്റെയും സുന്ദരമായ സന്ദേശങ്ങളുടെ ഫലങ്ങളാണെന്ന് ആർക്കാണ് സംശയമുള്ളത്? ചുരുക്കത്തിൽ, ഹിജാബ് പ്രദാനം ചെയ്യുന്ന സ്ത്രീ സംരക്ഷണത്തെ പറ്റി ബോധ്യമുണ്ടായിട്ടും ബോധ്യമില്ല എന്ന് നടിച്ച് സ്വാതന്ത്ര്യത്തിന്റെയും തുറന്നു കാടലിന്റെയും നിയമം പറഞ്ഞ് തലയും മുഖവും മറിച്ച സ്ത്രീകൾ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാതെ വരുന്നെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിന്റെ കാപട്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഹിജാബ് സഹോദരങ്ങളെ, ഹിജാബ് നിരോധത്തിനെതിരായി പ്രതിരോധിക്കാനും പ്രതികരിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. തൽക്കാലം